പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർക്ക് പറയാം. ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായമുണ്ട്. ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഈ പിന്നെ ഡബ്ബിങ് പലതും ഞാൻ കേട്ടു. പക്ഷേ ലിപ് മൂവ്മെൻറ്റുമായിട്ട് സിങ്ക് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ആകെ സംസാരിച്ചത് അദ്ദേഹം ഇപ്പം പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം ഉണ്ടാവും. അദ്ദേഹത്തിന് ഇടയ്ക്ക് ചില ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു. വലിയ കാര്യങ്ങളല്ല, ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു അത്തരം കാര്യങ്ങൾ സംസാരിച്ചു പോകാൻ നേരം അദ്ദേഹം ഇത് പരാമർശിച്ചു. അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ അദ്ദേഹവും പറഞ്ഞില്ല, ഞാനും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ആ വിഷയത്തെപ്പറ്റി ഇത്തരം ചില വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം അന്നേരം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറയാത്ത കാര്യമാണ്, വാർത്തകളായി വന്നതെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഞാൻ അതിനെപ്പറ്റി അദ്ദേഹം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ പ്രായം കൊണ്ടും പദവി കൊണ്ടും ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ പി ജെ കുര്യൻ. അപ്പോൾ കുര്യൻ സാറിനോട് അത്തരം ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യം ഇല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞതല്ല, വാർത്തയായി വന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ഉള്ള സമയത്തും ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളെയും പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ ഈപ്പൻ കുര്യൻ അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഇറങ്ങാൻ നേരം പറഞ്ഞത്, ഞാനിപ്പോൾ തിരക്കായിട്ട് പോവുകയാണ്, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. അത്ര സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞത് നന്നായി. നമ്മൾ എന്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് നിങ്ങൾക്ക് അതിനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഒരു കാലത്തും ഞാൻ കൈകടത്തിയിട്ടില്ല. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയായോ വിഷയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അറിവിലേക്കായി പറയാം, മന്നം ജയന്തി, ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു. അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അതൊന്നും ഇത്ര ഒരു കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എല്ലാ പിന്നെ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതിനകത്ത് നിങ്ങൾ ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറയേണ്ടത്, എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധവും പരിചയമുള്ള ആളുകളാണ്. ആ ആളുകൾ തമ്മിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പലതവണ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെയില്ല. അദ്ദേഹമാണ്, ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട്, ഇപ്പോൾ താഴോട്ടൊരു നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞത് വരെ അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അതാ പറഞ്ഞത്, അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്തയ്ക്ക് സ്കോപ്പുള്ളതോ ആയിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ നോട്ടത്തിലില്ല. നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. അത് അങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ വരും, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അല്ല, നമുക്കത് പിന്നെ UDFൻ്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പൊ തീരെയില്ല. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന് നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പം അല്ല, ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട്
നാളത്തെ കാര്യത്തെ പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലല്ലോ നമ്മളാരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിന്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. രാഹുൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതാണ് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. രാഹുൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതിപ്പോ എന്തൊരു വാർത്തയാണ്? ബ്രേക്കിംഗ് ന്യൂസ്. എന്താണ്? രാഹുൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതാണ് ബ്രേക്കിംഗ് ന്യൂസ്. എങ്ങനെ ഉണ്ടാകും? ഇന്നലെ ചില ആളുകളൊക്കെ രാഹുലിനെ കണ്ടപ്പോ രമേശ് ചെന്നിത്തല മുഖം തിരിച്ചു പോയി, PJ കുര്യനെ രാഹുൽ മാങ്കൂട്ടത്തില് തെറി വിളിച്ചു, അങ്ങനെ PJ കുര്യൻ നിലപാട് മാറ്റി എന്നൊക്കെ പറഞ്ഞതിനുള്ള മറുപടിയാണ് രാഹുൽ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അയാൾ പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേക്കുറിച്ച് ഞാനിപ്പോ സംസാരിക്കുന്നില്ല, കാരണം അത് നമ്മൾ ഇന്നലെ സംസാരിച്ച രമേശ് ചെന്നിത്തല, രാഹുൽ മാങ്കൂട്ടം, PJ കുര്യൻ ഈ വിഷയമൊക്കെ സംസാരിച്ചു വെച്ചതാണ്. ഇനി അതിലേക്ക് കടക്കുന്നില്ല. ഇന്നിപ്പോ പറഞ്ഞതിൽ ഒരു പുതുമയുള്ളത്, ഏറ്റവും കൗതുകത്തോടെ നമ്മൾ നോക്കിക്കാണുന്നത്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അപ്പോ രാഹുലിന്റെ മറുപടി കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നുന്നത്? എനിക്ക് തോന്നിയത് രാഹുൽ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കളം ഒരു ഭാഗത്ത് ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം രാഹുലിന്റെ മറുപടിയിൽ എല്ലാം ഉണ്ട്. രാഹുൽ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ശരി തന്നെ. മത്സരിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല, അതും ശരി തന്നെ. നാളത്തെ കാര്യത്തെക്കുറിച്ച് നാളെ പറയാം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രാഹുൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. പിന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടി ആയതുകൊണ്ട് മാത്രം രാഹുൽ അതിനെക്കുറിച്ച് വാചാലനാവുന്നില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? കാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് ഓരോരുത്തരും മത്സരിക്കുന്ന ഓരോരുത്തരും അല്ലല്ലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയാണ്, മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ അത് അതിന്റെ മുറക്ക് നടക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് രാഹുല് താൻ മത്സരിക്കില്ല എന്നോ താൻ മത്സരിക്കുമെന്നോ ഒരു തീർത്തു പറയലിലേക്ക് എത്താത്തത്. എന്താണെങ്കിലും താനിപ്പോ നിയമസഭാ സാമാജികനാണ്, താനല്ല ആര് മത്സരിക്കണം. ഇനിയിപ്പോ വാർഡ് മെമ്പറെ പോലും നിർണയിക്കുന്ന മത്സരത്തിന് ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇതുവരെ തനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് താനല്ല ഇതും തീരുമാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നാണ് രാഹുൽ പറയുന്നത്. അപ്പോ നാളത്തെ കുറിച്ച് അങ്ങനെ അൺസർട്ടൈൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുമുണ്ട് രാഹുല്. അപ്പൊ നാളത്തെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്, രാഹുലിന് പറയാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് അത് ഉറപ്പാണ്. ഫോർ ഷുവർ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത്രയും ദിവസം ചെറിയ ചെറിയ ആശങ്കകളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ആ ആശങ്കകള് ഒരു സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നുള്ള തരത്തിലേക്ക് വരെ എത്തി. പക്ഷേ അല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി, UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്നുള്ള ഒരു ശുഭവാർത്ത തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനിടയിൽ രാഹുൽ ചില തട്ടും മുട്ടും ഒക്കെ ചിലർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം തലയും വാലും കട്ട് ചെയ്ത് താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകൾ പടച്ചുവിടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ചില തട്ടും മുട്ടും ഒക്കെ രാഹുൽ കൊടുക്കുന്നുമുണ്ട്. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല എന്ന് രാഹുൽ പറഞ്ഞു വെക്കുമ്പോഴും ഒരു കുത്തിയിട്ട് പോകാനാണ് രാഹുലിന് ഇഷ്ടം. അത് ശീലവും പണ്ട് മുതലേ അങ്ങനെയാണ്. അത് രാഹുൽ വെടിപ്പായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ വലിയ ഒരു കാർമേഘം ഒഴിഞ്ഞു മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയടിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഒരു ആണിയാവാൻ രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാട് നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. അത് ചിലർക്കൊക്കെ നല്ല ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. രാഹുൽ മത്സരിക്കുമെന്നുള്ളത് കോൺഗ്രസിന് പുറത്തുള്ള ആളുകൾക്കും ബോധ്യമായിട്ടുണ്ട്. ആ ബോധ്യമായതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഇന്ന് നമ്മൾ കണ്ടത്. കുടുംബബന്ധം തകർക്കാൻ ശ്രമിച്ചു BNS 184
ചുമത്തണം, ചാർത്തണം, പ്രയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതയുടെ ഭർത്താവ് DGPക്ക് നേരിട്ട് ഇമെയിൽ വഴി പരാതി അയച്ചിരിക്കുന്നത്. ആ പരാതികൾ ഇനിയും പലതും വരും. അതൊക്കെ ഇവിടെ തകൃതിയായി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവും അയാളുടെ മത്സര രംഗത്തേക്കുള്ള ചുവടുവെപ്പും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ബോധ്യമായവർ, അത് മനസ്സിലാക്കിയവരാണ് ഈ പരാതികൾക്ക് മുന്നിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ ഇനിയും നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ ഒരു പരാതിയിൽ ഒതുങ്ങൂല. ഇനിയും കൃത്യമായ ഇടവേളകളിൽ പരാതികൾ വന്നുകൊണ്ടേയിരിക്കും. അത് വലിയ ചർച്ചകളുമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പൊതുസമൂഹം അതിനെ വലിയ കാര്യത്തോടെ ചർച്ച ചെയ്യുമെന്നല്ല, മറിച്ച് ചാനലുകളിൽ അത് വലിയ ചർച്ചയായിട്ട് ഇനി വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ, അത് കഴിയുന്നത് വരെ ഈ ഒരു വിഷയം വീണ്ടും സജീവമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നത് രാഹുലിന്റെ ഈ പറയുന്ന വാർത്താ സമ്മേളനത്തെ കുറിച്ചാണ്. എസ്പെഷ്യലി ഇന്നലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് NSSന്റെ വേദിയിൽ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ എത്തിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ നേതാക്കൾ മിക്ക ആളുകളും എത്തിയിട്ടുണ്ട്. അവര് തമ്മിലുണ്ടായ കൂടിക്കാഴ്ചകള്, സംസാരങ്ങള്, കുശലം പറച്ചിലുകള്, അതൊക്കെയാണ് ഇപ്പൊ വലിയ വിഷയം. ആദ്യം വന്നത് രാഹുല് പി ജെ കുര്യനോട് തന്റെ ഈ എതിർപ്പ് അറിയിച്ചു എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ വാർത്ത രമേശ് ചെന്നിത്തലയെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അവഗണിച്ചു എന്നുള്ളതാണ് വാർത്ത. പക്ഷെ ആ രമേശ് ചെന്നിത്തലയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി. അങ്ങ് മുകളിൽ ഓഫീസിൽ ഇരിക്കുന്നുണ്ട് ആര്? സുകുമാരൻ നായർ. അതുകൊണ്ട് രാഹുലെ നീ പെട്ടെന്ന് പൊക്കോ എന്ന് രാഹുലിനോട് രാഹുലിനെ പറഞ്ഞു വിട്ടതും രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള കാര്യം നമ്മളൊക്കെ കാണാത്ത പലതും നടന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോ മുഖം തിരിച്ചു, അവഗണിച്ചു എന്നൊക്കെ വാർത്ത കൊടുക്കുന്നവര് ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിന് രാഹുൽ നൽകിയ മറുപടിയിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് രാഹുൽ മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ്. ആ ഒരു വാർത്തക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. ആശങ്കകൾ പെയ്തൊഴിയുന്നു. രാഹുൽ മത്സരിക്കുന്നു. ഇനി പാലക്കാട്ടെ ജനതയുടെ കയ്യിലാണ്. രാഹുൽ അത്രയേറെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പോലെ തന്നെ പാലക്കാട്ടൻ ജനതക്കും ഒരു അഭിപ്രായമുണ്ട്, കേരളത്തിന്റെ പൊതുസമൂഹത്തിനും ഒരു അഭിപ്രായമുണ്ട്. അപ്പോ ആ അഭിപ്രായങ്ങളെയൊക്കെ അവരുടെ പൊതുബോധത്തെയും പ്രബുദ്ധതയെയും മാധ്യമങ്ങൾ അങ്ങ് വിലക്കെടുക്കാം, അല്ലെങ്കിൽ അത് മാറ്റിക്കളയാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണകളാണ്. ഈ തെരഞ്ഞെടുപ്പ് അത് രാഹുലിന് ലഭിക്കുന്ന തിരിച്ചുവരവിന്റെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, ഒരു വലിയ വാതിൽ, ഒരു വലിയ കവാടം തുറന്നു വെക്കലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇവിടെ ആർക്കും വേണ്ട.